ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു വെറൈറ്റി ഫുഡ് ടോക്സ്. ഇന്ന് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ഉണ്ണിയപ്പമാണ് ഞാൻ റെഡിയാക്കുന്നത്. നമുക്ക് വീഡിയോയിലോട്ട് പോകാം. നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ണിയപ്പം ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഈ റെസിപ്പി കാണണം കേട്ടോ. ഉണ്ണിയപ്പത്തിന് പച്ചരിയാണ് എടുക്കാറ്. ഇവിടെ 2 ഗ്ലാസ് പച്ചരിയാണ് എടുത്തിരിക്കുന്നത്. ഈ പച്ചരി 4 മണിക്കൂർ വെള്ളത്തിൽ കുതിർത്ത് വെച്ച് ഊറ്റിയെടുത്തതാണ്. ഇതിലേക്ക് 500 ശർക്കരയും 5-6 ചെറിയ പഴവും ഏലക്കായും കറുത്ത എള്ളും കുറച്ച് തേങ്ങാക്കൊത്തും വേണം. ആദ്യം തന്നെ ശർക്കര പാനി റെഡിയാക്കാം. അതിനുവേണ്ടി നല്ലൊരു ചൂടുകട്ടിയുള്ള പാത്രത്തിൽ ശർക്കരയിൽ 1 കപ്പ് വെള്ളം ഒഴിച്ച് ഇത് ഉരുക്കിയെടുക്കാം. ഇനി ഊറ്റിയെടുത്ത അരി ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇത് നിങ്ങൾക്ക് വലിയ മിക്സിയുടെ ജാറിലേക്ക് ഈ അരി ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് ശർക്കരപ്പാനി ഒന്ന് അരിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു നുള്ളു ഉപ്പ് ചേർത്ത് കൊടുക്കാം. പിന്നീട് 1/2 ടീസ്പൂൺ ഏലക്കാപ്പൊടി ചേർത്ത് കൊടുക്കാം. ഇനി 4-5 മൈസൂർ പഴം ചേർത്ത് കൊടുക്കാം. ഇതെല്ലാം കൂടി മിക്സിയുടെ ജാറിലിട്ട് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതിൻ്റെ കൺസിസ്റ്റൻസി ഇതേമാതിരിയാണ്. വല്ലാതെ ലൂസാകരുത്. വല്ലാതെ ലൂസായാൽ ഇത് എണ്ണ കുടിക്കും. അതേമാതിരി ഭയങ്കര തിക്കാകുകയാണെങ്കിൽ വെന്തും കിട്ടില്ല. ഇനി നമുക്ക് തേങ്ങാക്കൊത്തൊന്ന് വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായതിനു ശേഷം തേങ്ങാക്കൊത്ത് ഇട്ട് കൊടുക്കാം. ഒന്നോ രണ്ടോ ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കാവുന്നതാണ്. ഇതിലേക്ക് കറുത്ത എള്ള് കൂടി ചേർത്ത് കൊടുക്കാം. തേങ്ങാക്കൊത്ത് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് കറുത്ത എള്ള് ഇട്ട് കൊടുക്കേണ്ടത്. എന്നിട്ട് ഇത് നമ്മുടെ ബാറ്ററിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഒരു ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിൽ വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഓരോന്നിലേക്കും ഈ ബാറ്റർ ഒഴിച്ചു കൊടുക്കാം. ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി. ഹൈ ഫ്ലെയിമിൽ ഇട്ട് കൊടുക്കരുത്. അതേമാതിരി എണ്ണ നല്ലവണ്ണം ചൂടായതിനു ശേഷം മാത്രമേ ബാറ്റർ ഒഴിക്കാൻ പാടുള്ളൂ. ഇപ്പോൾ ഇത് ഒരു വശം മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ ഉണ്ണിയപ്പം ഒരു സൈഡ് ആയിട്ടുണ്ട്. ഇനി ഇത് എടുക്കാം. ഇത് തീരെ എണ്ണ കുടിക്കാത്ത ഒരു പലഹാരമാണ്. നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി അടുത്ത ബാച്ചും ഇതേമാതിരി ഉണ്ടാക്കിയെടുക്കാം. ഒരു സ്റ്റിക്ക് കൊണ്ടോ അല്ലെങ്കിൽ ഒരു പപ്പടക്കോല് കൊണ്ടോ നിങ്ങൾക്കിത് മറിച്ചിട്ട് കൊടുക്കാം. അങ്ങനെ നമ്മുടെ കിടിലോൽക്കിട ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്.
ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ പ്ലീസ് ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. പിന്നെ താഴെ കാണുന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്യണേ. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണേ. നിങ്ങൾ ആരെങ്കിലും ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ടേക്ക് കെയർ.